Hello amigos, Ultraviolet F77. Yes, the one and only electric superbike in India. നമുക്കെല്ലാവർക്കും ഓൾറെഡി അറിയാം F77ൻ്റെ മാക് 2 എന്നൊരു മോഡൽ കറൻ്റ്ലി അവൈലബിൾ ആണ്. പക്ഷേ ഇപ്പോൾ അവർ ഈ ഒരു സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ വരുന്ന ഒരു ഡിഫറെൻറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന രീതിയിലുള്ള ഒരു വണ്ടി കൂടെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് F77 സൂപ്പർ സ്ട്രീറ്റ്. ഇതൊരു നേക്കഡ് മോട്ടോർ സൈക്കിളിൻ്റെ ആ ഒരു സെഗ്മെൻറ്റിലേക്ക് വരുന്ന രീതിയിലുള്ള ഒരു വണ്ടി തന്നെയാണ്. കുറച്ചും കൂടി അപ്ഡേറ്റ് ക്വസ്റ്റ്യനൊക്കെ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അതുപോലെ തന്നെ വേറൊരു സംഭവം കൂടി അൾട്രാവയലറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ചാർജിങ് ഗാഡ്ജറ്റൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇലക്ട്രിക് ടു വീലർ ഇൻഡസ്ട്രിയിൽ ഒരു ബിഗ് ചേഞ്ച് തന്നെ വരുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗാഡ്ജറ്റാണ്. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഗാഡ്ജറ്റാണ് UV ലിങ്ക്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പുതിയ F77 സൂപ്പർ സ്ട്രീറ്റിനെ കുറിച്ചും അതുപോലെ ഈ ഒരു UV ലിങ്കിനെ കുറിച്ചൊക്കെയാണ്. ഇറ്റ്സ് മീ റാങ്കോ, വെൽക്കം ബാക്ക്. അൾട്രാവയലറ്റിനെ കുറിച്ച് കൂടുതലൊന്നും പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും നമ്മുടെ ഇന്ത്യൻ നെയിം വേൾഡ് വൈഡായിട്ട് അറിയപ്പെടാൻ സഹായിച്ച ഒരു ഇലക്ട്രിക് സൂപ്പർ ബൈക്ക് മാനുഫാക്ചറർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കമ്പനി തന്നെയാണ് അൾട്രാവയലറ്റ്. അവരുടെ ഫസ്റ്റ് മോട്ടോർ സൈക്കിൾ ആയിട്ടുള്ള F77 മാക് 2 വെച്ചിട്ട് തന്നെ അവർ അത് പ്രൂവ് ചെയ്തതാണ്. ഇപ്പോൾ അവർ ഒരു പുതിയ മോട്ടോർ സൈക്കിൾ കൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, F77 സൂപ്പർ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട്. പുതിയത് എന്ന് പറയുമെങ്കിലും ഏകദേശം പഴയതിൻ്റെ അതേ സെയിം സ്പെക്കും കാര്യങ്ങളും കോമ്പണൻസൊക്കെ ഷെയർ ചെയ്തുകൊണ്ടുള്ളൊരു വണ്ടി തന്നെയാണ് ഈ ഒരു F77 സൂപ്പർ സ്ട്രീറ്റ്. ആകെ ഈ ഹാൻഡിൽ ബാറിലും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളിൽ മാത്രമേ ചേഞ്ചസ് ഉള്ളൂ. ഈ ഒരു റൈഡിംഗ് പോസ്റ്ററിൽ മാത്രം ചേഞ്ചസ് വരുത്തിയിട്ടുള്ള ഒരു മോഡലാണ്. കുറച്ചും കൂടെ ഒരു നേക്കഡ് സ്ട്രീറ്റ് മോട്ടോർ സൈക്കിൾ കാറ്റഗറിയിലേക്ക് വരുന്ന രീതിയിലുള്ള ഒരു വണ്ടിയാണ് ഈ ഒരു F77 സൂപ്പർ സ്ട്രീറ്റ്. ഈ ഒരു ലോഞ്ച് ഇവൻറ്റിൽ തുടക്കത്തിൽ തന്നെ അവർ ഈ ഒരു അൾട്രാവയലറ്റിൻ്റെ കുറച്ച് മൈൽ സ്റ്റോണുകളൊക്കെ പറയുന്നുണ്ട്. 6 മില്യൺ കിലോമീറ്റർ ആയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു അൾട്രാവയലറ്റ് വണ്ടി മാർക്കറ്റിൽ ഇറങ്ങിയിട്ട്. മൊത്തം വണ്ടികൾ ഓടിയ ആ ഒരു മൈൽ സ്റ്റോണ് 200,000 ലിറ്റർ പെട്രോൾ സേവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 500,000 കിലോഗ്രാം കാർബൺ എമിഷൻ സേവ് ചെയ്തിട്ടുണ്ട്. 127,000 ഹവേഴ്സ് ഓഫ് ബലിസ്റ്റിക് റൈഡിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പുതിയൊരു മാനുഫാക്ചറിങ് കമ്പനി എന്നുള്ള രീതിയിൽ ഇതൊരു വലിയ മൈൽ സ്റ്റോൺ തന്നെയാണ്. അപ്പോൾ നമ്മുടെ F77 സൂപ്പർ സ്ട്രീറ്റ് മോട്ടോർ സൈക്കിളിലേക്ക് നമുക്ക് കൂടുതലായിട്ട് വരാം. അതിന് മുന്നേ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു അൾട്രാവയലറ്റ് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള UV ലിങ്കിനെ കുറിച്ച് നോക്കാം. സംഭവം സിമ്പിളായിട്ടുള്ളൊരു ചാർജിങ് ഗാഡ്ജറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ ഈ ഡിഫറെൻറ്റ് പ്ലഗിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന അഡാപ്റ്റേഴ്സൊക്കെ പോലെ തന്നെ ഈ ഒരു മോട്ടോർ സൈക്കിൾ ചാർജിങ്ങിന് കുറച്ചും കൂടെ ആക്സസിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗാഡ്ജറ്റാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ ഒട്ടാകെ ഇപ്പം ഇലക്ട്രിക് കാറുകൾക്ക് 4000-ലധികം ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. പക്ഷേ മോട്ടോർ സൈക്കിളിനെ വെച്ച് നോക്കുമ്പം ഇത്രയും വലിയൊരു നമ്പർ കറൻ്റ്ലി ഇന്ത്യയിലില്ല. മോട്ടോർ സൈക്കിളിനും അതുപോലെ തന്നെ കാറിനും ചാർജിങ്ങിൻ്റെ പ്ലഗ് പോയിൻറ്റ്സും സംഭവങ്ങളൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ കാറിൻ്റെ ചാർജിങ് സ്റ്റേഷൻസ് എപ്പോഴും മോട്ടോർ സൈക്കിളിന് അക്സസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. സോ ഈ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷനായിട്ടാണ് നമ്മുടെ അൾട്രാവയലറ്റ് ഈ ഒരു UV ലിങ്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഈ ഒരു സംഭവം നമ്മുടെ കാർ ചാർജിങ് സ്റ്റേഷനിലെ ഈ ഒരു പ്ലഗിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 വീലറിൻ്റെ ചാർജിങ് പ്ലഗ് കോമ്പാറ്റിബിൾ ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു 4000+ വരുന്ന കാർ ചാർജിങ് സ്റ്റേഷൻസ് എല്ലാം തന്നെ ഇനി മുതൽ ഈ ഒരു UV ലിങ്ക് ഉണ്ടെങ്കിൽ നമ്മുടെ മോട്ടോർ സൈക്കിളിനും അതുപോലെ തന്നെ സ്കൂട്ടറിനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ടൈപ്പ് 6 ആയാലും ടൈപ്പ് 2 ആയാലും ഒക്കെ ഈ ഒരു UV ലിങ്ക് കോമ്പാറ്റിബിൾ ആണ്. ഇത് സംഭവം അൾട്രാവയലറ്റ് അവർക്ക് വേണ്ടിയിട്ട് ഇറക്കിയതാണെങ്കിലും അവരിത് എല്ലാവർക്കും കോമ്പാറ്റിബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ ടൈപ്പ് ഓഫ് ഇലക്ട്രിക് 2 വീലർ മോട്ടോർ സൈക്കിൾ സ്കൂട്ടറിനായാലും ഒക്കെ ഈ ഒരു സംഭവം യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു UV ലിങ്കിൻ്റെ റേറ്റ് വരുന്നത് 2,999 ആണ്. അത് നിങ്ങൾക്ക് അൾട്രാവയലറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള F77 സൂപ്പർ സ്ട്രീറ്റ് മോട്ടോർ സൈക്കിളിലേക്ക് നോക്കാം. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ F77 മാക് 2ൻ്റെ സെയിം സ്പെക്കും സെയിം മോട്ടറും സെയിം ബാറ്ററിയും കോമ്പണൻസ് എല്ലാം തന്നെ സെയിം ആണ്. ഫ്രെയിം അടക്കി സെയിം സെറ്റപ്പ് തന്നെയാണ്. പക്ഷേ ആകെ ചേഞ്ച് ഉള്ളത് ഈ ഒരു ഹാൻഡിൽ ബാറിലാണ്. നമ്മുടെ മാക് 2ൽ വരുന്നത് ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസ് ആണ്. അത് മാറ്റിയിട്ട് കുറച്ചും കൂടെ അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഹാൻഡിൽ ബാർ റൈസറൊക്കെ വെച്ചിട്ട് കുറച്ചും കൂടെ അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു പുതിയ ഹാൻഡിൽ ബാർ കൊണ്ടുവന്നിട്ടാണ് അൾട്രാവയലറ്റ് ഈ ഒരു പുതിയ മോട്ടോർ സൈക്കിൾ ആയിട്ടുള്ള സൂപ്പർ സ്ട്രീറ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിയിൽ നമ്മുടെ മാക് 2 വെച്ച് നോക്കുമ്പം ഈ ഒരു റൈഡിംഗ് പോസ്റ്ററിൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ. മാക് 2 കുറച്ചും കൂടെ ഒരു സ്പോർട്ടി അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ടൂറിങ് ആ ഒരു രീതിയിലുള്ള റൈഡിംഗ് പോസ്റ്റർ വരുന്ന വണ്ടിയാണ്. കുറച്ചും കൂടെ സ്പോർട്ടി ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത്. ആ ഒരു
റൈഡർ എർഗോണോമിക്സ് ഒക്കെ വരുന്നത്. പക്ഷേ ഇപ്പം ഈ ഒരു F77 സൂപ്പർ സ്ട്രീറ്റിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഒരു നേക്കഡ് സ്ട്രീറ്റ് മോട്ടോർ സൈക്കിളിൻ്റെ ആ രീതിയിലുള്ളൊരു റൈഡിങ് ട്രയാങ്കിളും റൈഡിങ് സ്റ്റാൻസും ആ ഒരു എർഗോണോമിക്സ് ഒക്കെയാണ് ഈ ഒരു F77 സൂപ്പർ സ്ട്രീറ്റിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി കുറച്ചും കൂടെ നമുക്ക് സ്ട്രീറ്റിലായാലും അതേപോലെ സിറ്റി ട്രാഫിക്കിൽ കുറച്ചും കൂടെ ഡേ ടു ഡേ ലൈഫിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ കൂടെ കംഫർട്ട് കിട്ടുന്ന രീതിയിലായി മാറിയിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോഴാണ് ഈ ഒരു F77 സൂപ്പർ സ്ട്രീറ്റ് ഒരു കംപ്ലീറ്റ് മോട്ടോർ സൈക്കിൾ എന്നുള്ള രീതിയിലേക്ക് മാറിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ മെറ്റു നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു സ്പോർട്സ് മോട്ടോർ സൈക്കിളാണ്, പക്ഷേ സ്പോർട്സ് മോട്ടോർ സൈക്കിളിന് വരുന്ന പോലത്തെ വൈസറും കാര്യങ്ങളും ആ ഒരു റൈഡറിന് കിട്ടുന്ന വിൻഡ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സെറ്റപ്പുകളൊന്നും ഈ ഒരു F77 മെക്ടൂവിൽ ഉണ്ടായിരുന്നില്ല. പൊതുവേ സ്പോർട്സ് മോട്ടോർ സൈക്കിളിലൊക്കെ പ്രോപ്പറായിട്ടുള്ള വൈസറും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് റൈഡറിന് അധികം വിൻഡ് അടിക്കാറില്ല, കറക്റ്റ് എയറോഡൈനാമിക്കലി ആയിട്ട് പോകും. വണ്ടി എയറോഡൈനാമിക്കലി ആണെങ്കിലും ഈ ഒരു റൈഡറിന് പൊതുവേ നല്ല വിൻഡ് ബ്ലാസ്റ്റ് വരുന്ന രീതിയിലായിരുന്നു ഈ ഒരു F77 മെക്ടു വന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പ്യുവർ സ്പോർട്സ് മോട്ടോർ സൈക്കിൾ എന്ന് പറയാൻ പറ്റില്ല, കാരണം വൈസറോ അങ്ങനത്തെ സെറ്റപ്പുകളൊന്നും ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വണ്ടിയുടെ റൈഡിംഗ് പോസ്ചർ മാറ്റി കുറച്ചും കൂടി അപ്ഡേറ്റ് ആക്കിയതുകൊണ്ട് ഇപ്പം കുറച്ചും കൂടി ഒരു പ്രോപ്പർ നേക്കഡ് സ്ട്രീറ്റ് മോട്ടോർ സൈക്കിൾ എന്നുള്ള രീതിയിലേക്ക് മാറി. പക്ഷേ എന്നാലും വണ്ടിയുടെ സൈഡ് ഫെയറിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇപ്പോഴും ഒരു സ്പോർട്സ് പ്ലസ് നേക്കഡ് മോട്ടോർ സൈക്കിളിൻ്റെ ഒരു ഹൈബ്രിഡ് പോലെ തോന്നുന്ന രീതിയിൽ തന്നെയാണുള്ളത്. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ കംപ്ലീറ്റഡ് ബൈക്ക് എന്നുള്ള രീതിയിൽ തോന്നുന്നത്. ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു F77 മെക്ടൂൻ്റെ ഫ്രണ്ടിൽ കുറച്ചൊരു ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് കുറച്ചും കൂടെ ആ ഒരു വൈസറൊക്കെ വരുന്ന രീതിയിൽ കുറച്ചും കൂടെ പ്രോപ്പറായിട്ട് സ്പോർട്സ് മോട്ടോർ സൈക്കിൾ ടക്കിൻ ചെയ്യുന്ന പോലെ ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വൈസറും സെറ്റപ്പൊക്കെ കൊണ്ടുവന്നിട്ട് ഈ ഒരു മെക്ടൂനെ കുറച്ചും കൂടെ ഒരു സ്പോർട്ടി മോട്ടോർ സൈക്കിൾ എന്നുള്ള രീതിയിലേക്ക് മാറ്റണം. കാരണം ഓൾറെഡി ഒരു അപ്രൈറ്റ് റൈഡിങ് ആയിട്ടുള്ള ഒരു സൂപ്പർ സ്ട്രീറ്റ് വണ്ടി വന്ന സ്ഥിതിക്ക് ഇനി അതിനെ ഒരു പക്കാ സ്പോർട്സ് ആക്കി മാറ്റണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പുതിയ വണ്ടീനെ കുറിച്ച് പറയാനുള്ളത്. ബാക്കി സംഭവങ്ങളെല്ലാം സെയിം ആണ്. ബാറ്ററി ബാക്കിൽ മാത്രം വ്യത്യാസപ്പെടുത്തിക്കൊണ്ടുള്ള 2 വേരിയൻസും എല്ലാം ഇതിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലോഞ്ച് ഇവൻറ്റിൽ അൾട്രാവയലറ്റ് അവരുടെ മോട്ടോർ സൈക്കിൾസിൻ്റെ കുറച്ച് സ്പെഷ്യൽ സ്പെക്കും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൽ തന്നെ ഈ ഒരു റേഞ്ചിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. 3 to 3 കിലോമീറ്റർ റേഞ്ച് വരുന്നുണ്ട്. അത് IDC റേഞ്ച് ആണെങ്കിലും അതിൽ കൂടുതൽ റേഞ്ച് കിട്ടിയതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ എയറോഡൈനാമിക്സ് പ്രോപ്പറായിട്ട് എയർ റെസിസ്റ്റൻസ് വരാത്ത രീതിയിലുള്ളൊരു എയർ ഫ്ലോയിൽ തന്നെയാണ് ഇതിൻ്റെ എയറോഡൈനാമിക്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ തെർമൽ മാനേജ്മെൻറ്റും പ്രോപ്പറായിട്ട് കിട്ടുന്ന രീതിയിലുള്ളൊരു എയർ ഫ്ലോ ഒക്കെ ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 8 ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റീജൻ്റെ സെറ്റപ്പുകളൊക്കെ ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട്. ടോർക്കൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 100 ന്യൂട്ടൺ മീറ്റർ ആണ് മോട്ടറിൻ്റെ ടോർക്ക് വരുന്നത്. അത് ശരിക്കും റിയർ വീലിലേക്ക് വരുമ്പോൾ ഏകദേശം 500 ന്യൂട്ടൺ മീറ്ററോളം ടോർക്ക് വരും ആ ഒരു റിയൽ ഫീൽ കിട്ടുമ്പോൾ. അതുകൊണ്ട് തന്നെ പക്ക ഒരു അഗ്രസീവ് അഡ്രിനാലിൻ റഷ് തന്നെ നമുക്ക് കിട്ടാവുന്ന രീതിയിലുള്ള ഒരു ആക്സിലറേഷനൊക്കെയാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. മാത്രമല്ല ഈ ഒരു ടോർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അവരൊരു 15,000 കിലോഗ്രാം പേലോഡ് വരുന്ന 2 ട്രക്സ് ഈ ഒരു വണ്ടി വെച്ച് പുൾ ചെയ്യാൻ പറ്റുന്നൊക്കെ പ്രൂവ് ചെയ്യുന്നുണ്ട്. അതുപോലത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ലോഞ്ച് ഇവൻറ്റിൽ പിന്നെ കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പുതിയ F77 സൂപ്പർ സ്ട്രീറ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറേ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തതൊക്കെ ഈ ഒരു ലോഞ്ച് ഇവൻറ്റിൽ കാണിക്കുന്നുണ്ട്. ശരിക്കും അൾട്രാവയലറ്റിൻ്റെ ഹിസ്റ്ററി അറിയുന്നവർക്ക് അറിയാം, അവർ പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് പക്ക ആക്കിയിട്ടാണ് ഈ ഒരു വണ്ടി ലോഞ്ച് ചെയ്തിട്ടുള്ളത്. മറ്റ് പല ബ്രാൻഡുകളും ചെയ്യുന്ന മാതിരി ലോഞ്ച് ചെയ്തതിന് ശേഷം യൂസർ എക്സ്പീരിയൻസ് വെച്ചിട്ട് R&D ചെയ്ത് അപ്ഡേറ്റ്സ് കൊടുക്കുന്നതിൻ്റെ കാട്ടിലും ബെറ്ററായിട്ട് ആൾറെഡി R&D ഒക്കെ ചെയ്ത് സെറ്റാക്കി പ്രോപ്പറാക്കിയിട്ടാണ് ഈ ഒരു അൾട്രാവയലറ്റ് F77 ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രസ്റ്റായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ തന്നെയാണ് ഈ ഒരു കമ്പനി. അത്രയും റേറ്റ് ഉണ്ട്, എന്നാലും നമുക്ക് ട്രസ്റ്റായിട്ട് വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ ഇവരുടെ കൺട്രോൾ യൂണിറ്റിലൊരു AI സിസ്റ്റം കൂടെ ഉണ്ട്. ഏകദേശം 3000-ഓളം ഡാറ്റ പോയിൻറ്റ്സിൽ നിന്ന് ഡാറ്റാസ് കളക്ട് ചെയ്തുകൊണ്ട് അത് അനലൈസ് ചെയ്ത് വർക്ക് ചെയ്യുന്നൊരു AI സിസ്റ്റം അൾട്രാവയലറ്റിൻ്റെ ഈ ഒരു ECUവിലൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡാറ്റാസ് വെച്ചിട്ട് അവർ ആൾറെഡി അനലൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലൊക്കെ അവർക്ക് പ്രോപ്പറായിട്ട് അതിനൊരു ഫീഡ്ബാക്ക് എടുത്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനും അതിൽ കൂടുതൽ അപ്ഡേറ്റ്സ് വരുത്താനൊക്കെ സിമ്പിളായിട്ട് കഴിയും. അതുപോലെ തന്നെ ഇവർക്ക് വേറൊരു സേഫ്റ്റി സിസ്റ്റം കൂടെ ഉണ്ട്, ഡൈനാമിക് സ്റ്റെബിലിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ റീജനും ABSും കൂടെ രണ്ടും കൂടെ സിങ്ക്രോണൈസ് ചെയ്ത് വർക്ക് ചെയ്യുന്നൊരു രീതിയാണ് ഈ ഒരു ഡൈനാമിക് സ്റ്റെബിലിറ്റി കൺട്രോൾ. സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം 8 ലെവൽ റീജൻ ഉണ്ട് അൾട്രാവയലറ്റിൽ.
അപ്പോൾ ഈ ABSും രണ്ടും കൂടെ ആക്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കൺട്രോളും കുറച്ചും കൂടെ സ്റ്റെബിലിറ്റി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഈ ഒരു പാനിക് ബ്രേക്ക് സിറ്റുവേഷൻസിലൊക്കെ കുറച്ചും കൂടെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ് ഈ ഒരു DSC സിസ്റ്റം. ഇതിന് അവർ സ്പെഷ്യലായിട്ട് പേറ്റൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. സംഗതി ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ പാനിക് സിറ്റുവേഷൻസിൽ ABS കിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു റീജൻ ഓട്ടോമാറ്റിക് ആവും. അതായത് ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങൾക്കും അനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് പ്രോപ്പറായിട്ട് ഏത് റീജൻ മോഡിലാണ് വേണ്ടത് അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വണ്ടി ചൂസ് ചെയ്യും. ഈ ഒരു പാനിക് സിറ്റുവേഷനിൽ ABS കിക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഈ ഒരു സംഭവം ആക്ടിവേറ്റ് ആവുള്ളൂ. അല്ലാത്ത ടൈമിൽ നമ്മൾ നോർമലായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള റീജനിൽ തന്നെയാണ് വണ്ടി ഓടുക. ഇതാണ് ഈ ഒരു DSC സിസ്റ്റം. അപ്പോൾ ഇതൊക്കെ അവർ ആ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അൾട്രാവയലറ്റിൻ്റെ ആപ്പിനെ കുറിച്ചും ആ ഒരു ലോഞ്ച് ഇവൻറ്റിൽ പറയുന്നുണ്ട്. സംഭവം ഈ ഒരു അൾട്രാവയലറ്റിൻ്റെ വയലറ്റ് AI വെച്ചിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റാസൊക്കെ നമുക്ക് ഈ ഒരു ആപ്പിൽ നമുക്ക് തന്നെ കാണാൻ പറ്റും. അത് നമുക്ക് തന്നെ അനലൈസ് ചെയ്ത് നമ്മുടെ റൈഡിങ്ങിനൊക്കെ അനുസരിച്ച് ഏതൊക്കെ ഡാറ്റാസാണ്, എന്തൊക്കെ സംഭവങ്ങളൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു ഡാറ്റാസ് അവർക്ക് കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇൻകോഗ്നിറ്റോ മോഡും വെച്ചിട്ടും നമുക്ക് വണ്ടി ഓടിക്കാം. ഈ ഡാറ്റാസ് ഒന്നും കളക്ട് ചെയ്യാത്ത രീതിയിലും ഓടിക്കാവുന്നതാണ്. അതുപോലെ ഇവരുടെ ബാറ്ററി പാക്കും കുറച്ച് സ്പെഷ്യലാണ്. 5 ലെവൽ ഓഫ് സേഫ്റ്റി സിസ്റ്റം ഒക്കെ വെച്ചിട്ടാണ് ഇവരുടെ ബാറ്ററി പാക്ക് വരുന്നത്. ഈ ഒരു 5 ലെവൽ ഏതൊക്കെയാണെന്ന് വെച്ചാൽ തെർമൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്കൽ, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ. ഈ ഒരു 5 ലെവൽ വെച്ചിട്ടുള്ളൊരു സ്പെഷ്യൽ ബാറ്ററി പാക്ക് തന്നെയാണ് ഉള്ളത്. അതിനും അവർക്കൊരു സ്പെഷ്യൽ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ബാറ്ററിയും കുറച്ചും കൂടെ സേഫറാണ്. മാത്രമല്ല ഇത്രയും സേഫ്റ്റി സിസ്റ്റം ഒക്കെ വെച്ച് പ്രോപ്പറായിട്ട് R&D ഒക്കെ ചെയ്തിട്ട് വന്നിട്ടുള്ളൊരു ബാറ്ററി പാക്ക് ആയതുകൊണ്ട് തന്നെ ഇതിന് അവർക്ക് 8 ഇയേഴ്സ് അതുപോലെ 8 ലാക്ക് വാറണ്ടി വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇത്രയും വലിയൊരു വാറണ്ടി കൊടുക്കുന്ന കമ്പനി വേറെ ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. 8 ഇയേഴ്സൊക്കെ പല കമ്പനി കൊടുക്കുന്നുണ്ടെങ്കിലും പലരും 8 ലാക്ക് കിലോമീറ്റർ ഒന്നും വാറണ്ടി കൊടുക്കാറില്ല. അതുപോലെ തന്നെ കറൻ്റ്ലി 1 ലാക്ക് അബോവ് കൂടിയ വണ്ടികൾ ഒരു പ്രോബ്ലം ഇല്ലാതെ വെറും 5% മാത്രം ഡിപ്രിസിയേഷൻ മാത്രമുള്ള വണ്ടികൾ ഇപ്പോഴും ഓടുന്നുണ്ട്, വേറെ സീനൊന്നും ഇല്ലാതെ. അതുകൊണ്ട് തന്നെ ഇവരുടെ ബാറ്ററി പാക്കും സംഭവങ്ങളൊക്കെ സേഫാണ്, വണ്ടി പക്ക സേഫാണ്. അതുപോലെ തന്നെ കുറച്ച് അക്സസറീസിനെ കുറിച്ചും ഈ ഒരു ലോഞ്ച് ഇവൻറ്റിൽ അൾട്രാവയലറ്റ് കാണിക്കുന്നുണ്ട്. F77 റേസ് പാക്ക്, അതേപോലെ ടാങ്ക് പാഡ്സ്, എയറോ ഡിസ്കുകൾ, ബാക്ക് വീലിലെ എയറോ ഡിസ്കുകൾ, ലിവർ ഗാർഡ് പ്രൊട്ടക്റ്റേഴ്സ്, ടാങ്ക് ഗ്രിപ്സ്, അതേപോലെ അർബൺ ബാരിയർ പാക്ക് പറഞ്ഞിട്ട് നമ്മുടെ സാഡിൽ ബാഗുകൾ, സോഫ്റ്റ് പാനിയേഴ്സ്, ഇൻ്റർസിറ്റി എക്സ്പ്ലോറർ പാക്ക്, അങ്ങനെ പല പാക്കായിട്ടും ഈ ഒരു അക്സസറീസ് വരുന്നുണ്ട്. അക്സസറീസിൻ്റെ ഒക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ അവരുടെ സൈറ്റ് ചെക്കൗട്ട് ചെയ്യാം. ഈ ഒരു പുതിയ വേരിയൻറ്റും 3 കളർ പാറ്റേൺസിൽ അവൈലബിൾ ആണ്. ലേസർ, എയർ സ്ട്രൈക്ക്, ഷാഡോ. ലേസറിൽ ഒരു ടെർബോ റെഡും അതുപോലെ തന്നെ ഒരു യെല്ലോ ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ എയർ സ്ട്രൈക്കിൽ ഒരു വൈറ്റും, ഷാഡോയിൽ കോസ്മിക് ബ്ലാക്കും ആണ് വരുന്നത്. ഇപ്പോൾ ഒരു ഇൻട്രൊഡക്ടറി പ്രൈസ് എന്നുള്ള രീതിയിൽ ഈ ഒരു F77 സൂപ്പർ സ്ട്രീറ്റിന് റേറ്റ് വരുന്നത് 2,99,000 ആണ്. അതുപോലെ തന്നെ സൂപ്പർ സ്ട്രീറ്റ് റീകോണിന് റേറ്റ് വരുന്നത് 3,99,000 ആണ്. ഈ ഒരു വണ്ടീനെ കുറിച്ചും അതുപോലെ തന്നെ ഈ ഒരു ലോഞ്ച് ഇവൻറ്റിനെ കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. റാങ്കോ സൈനിങ് ഔട്ട്. ബൈ.